നമസ്കാരം. ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിൽ ആദ്യം പ്രധാന വാർത്തകൾ. ഖത്തറിൽ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം 12ആയി. 31 പേർ ഗുരുതരാവസ്ഥയിൽ. മരിച്ചവരിൽ 2 പേർ മലയാളികൾ. 4 മലയാളികളെ കാണാതായി. ഇന്ത്യ സൗദി അറേബ്യ സഹകരണം കൂടുതൽ മേഖലകളിലേക്ക്. പ്രതിരോധ മേഖലയിലെ സഹകരണത്തിനും പരിശീലനത്തിനും ധാരണാപത്രം ഒപ്പുവച്ചു. സന്ദർശനത്തിൽ പ്രവാസ ലോകത്തും പ്രതീക്ഷ. വാമ്പയർ ഫേഷ്യലിന് ദുബായിൽ വിലക്ക്. രക്തത്തിലെ പ്ലാസ്മ ഉപയോഗിച്ചുള്ള സൗന്ദര്യവർദ്ധന ചികിത്സ തടയുന്നത് ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തെന്ന് ദുബായ് ഭരണകൂടം. അബുദാബിയിൽ അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ച 2 വില്ല സ്കൂളുകൾ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം തുടരാൻ അനുമതി. ഫീസ് കുറവില്ലെങ്കിലും ദുബായിലെ ഇന്ത്യൻ പാകിസ്ഥാൻ സ്കൂളുകൾ നിലവാരത്തിൽ പിറകിലെന്ന് റിപ്പോർട്ട്. അമൃതാനന്ദമയി അനുകൂലിച്ച ഇബ്രാഹിം കുഞ്ഞിന്റെ പ്രസ്താവന വിവാദമാകുന്നു. ഇബ്രാഹിം കുഞ്ഞിനെതിരെ EK വിഭാഗം സമസ്ത രംഗത്ത്. വിശദാംശങ്ങളിലേക്ക്. ഖത്തറിലെ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം 12ആയി. 31 പേർക്ക് ഗുരുതരമായ പരിക്കുള്ളതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മരിച്ചവരിൽ 2 പേർ മലയാളികളാണ്. മലപ്പുറം എടവണ്ണപ്പാറ പാലങ്ങാട് ചൂപ്ര സ്വദേശി അബ്ദുൽ സലീം, കോഴിക്കോട് മൂച്ചുകുന്ന് സ്വദേശി റിയാസ് എന്നിവരാണ് മരിച്ചത്. 4 മലയാളികളെ കാണാതായിട്ടുണ്ട്. മുജീബ് റഹ്മാൻ ചേരുന്നു വിവരങ്ങളുമായി. മുജീബ്, 12 പേർ മരിച്ചിരിക്കുന്നു എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതയുണ്ടോ? മലയാളികൾ ആരൊക്കെയാണ് മരിച്ചവരിലുള്ളത്? ഒപ്പം ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നവരിലും മലയാളികൾ ആരൊക്കെയാണുള്ളത്? സൈഫുദ്ദീൻ, 12 പേർ മരണപ്പെട്ടതായുള്ള വിവരം ഖത്തറിലെ ആഭ്യന്തര മന്ത്രാലയം വിളിച്ച പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. 31 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് മരിച്ചവരുടെ കൂട്ടത്തിൽ മലയാളികൾ 2 അല്ല 3 പേർ 3 മലയാളികൾ മരണപ്പെട്ടതായുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. ഇവർ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്. ഖത്തറിലെ തന്നെ അൽ റവാബി ഗ്രൂപ്പിലെ ഹോട്ട് ചിക്കൻ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ മലപ്പുറം എടവണ്ണപ്പാറ പാലങ്ങാട് സ്വദേശി ചൂലപ്ര അബ്ദുൽ സലീമാണ് ഒരാള്. മറ്റൊരാള് കോഴിക്കോട് മുജുകുന്ന് സ്വദേശി റിയാസ് എന്ന് പറയുന്ന കിഴക്കേ മനോലി റിയാസ്. അതുപോലെ തന്നെ 3ാമത് ഒരാൾ കൂടി മരണപ്പെട്ടതായി ലഭ്യമായിരിക്കുന്ന വിവരം. കോഴിക്കോട് മേലടി സ്വദേശിയായ ജക്കരിയ കൂടി മരണപ്പെട്ടിരിക്കുന്നു. ഇവർ 3 പേരും ഇതേ സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. മരണപ്പെട്ട 12 പേരിൽ 5 പേരെ മാത്രമാണ് ഇതുവരെ തിരിച്ചറിയാനായത്. ഇവരിൽ 6 പേരെയാണ് തിരിച്ചറിയാനായത്. ഇതിൽ 3 നേപ്പാളികളും 3 മലയാളികളായ 3 പേരുമാണ് ഉള്ളത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ് ഹമദ് മെഡിക്കൽ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾ. ഇവരിൽ 31 പേർക്ക് പരിക്കുണ്ട്. ചിലരുടെ പരിക്ക് വളരെ ഗുരുതരമാണ്. ഖത്തർ സ്വദേശിയായ ഒരാളും ബാക്കി ഏഷ്യക്കാരായ ആളുകളും എന്നതാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത്. അതേസമയം ഈ കൂട്ടത്തിൽ മലയാളികളായ ആളുകൾ ഉണ്ട് എന്നാണ് ഏറ്റവും അവസാനമായി പേരാമ്പ്ര കരിയാട് സ്വദേശി സജീർ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ നമ്മെ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നതായിരുന്നു. ആ സമയത്ത് അതേ ഹോട്ടലിൽ തന്നെ ജീവനക്കാരായ 7 മലയാളികൾ ഉള്ളതായി അദ്ദേഹം പറഞ്ഞു. ഇവർ പരിക്കേറ്റവരുടെ കൂട്ടത്തിലാണുള്ളത്. ഇദ്ദേഹത്തോടൊപ്പം തന്നെ തിരുവനന്തപുരം മംഗലാപുരം സ്വദേശികളായ വേറെയും 3 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അവർക്കും പരിക്കേറ്റതായുള്ള വിവരമാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സ്വദേശിയായ കബീർ എന്ന് പറയുന്ന ഒരാൾ നേരത്തെ കാണാതായവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ചെറിയ പരിക്കുകൾ അദ്ദേഹത്തിനുള്ളൂ എന്ന വിവരവും ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നു. ഏതായിരുന്നാലും ഗുരുതരമായ വലിയ തരത്തിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഇത്രയുമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. മരിച്ചവരിൽ പലരെയും തിരിച്ചറിയാനായിട്ടില്ല. അവരെ തിരിച്ചറിയണമെങ്കിൽ ഇനി അവരുടെ വിരലടയാളം പരിശോധിക്കണമെന്നാണ് ഹമദ് മെഡിക്കൽ സെന്ററിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നാളെയാണ് അത്തരത്തിലുള്ള വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ. സൈഫുദ്ദീൻ, മുജീബ്, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? സൈഫുദ്ദീൻ, ഇന്ന് രാവിലെ 10:12 ഖത്തറിലെ ഇന്ന് രാവിലെ 10:12 ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഷോപ്പിംഗ് മാളിന് സമീപമുള്ള പെട്രോൾ പമ്പിലായിരുന്നു. ഖറാഫ എന്ന് പറയുന്ന പ്രദേശത്തെ പെട്രോൾ പമ്പിനടുത്തുള്ള തുർക്കിക്കാർ നടത്തുന്ന ഇസ്തംബുൾ എന്ന ഒരു ഹോട്ടലിന്റെ ടെറസിന്റെ മുകളിലുള്ള വലിയ ഗ്യാസ് ടാങ്കിൽ ലീക്ക് ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ കെട്ടിടവും തൊട്ടടുത്തുണ്ടായിരുന്ന ടേസ്റ്റി റെസ്റ്റോറന്റ് എന്ന മലയാളികളുടെ തന്നെ ഒരു റെസ്റ്റോറന്റിലേക്കുള്ള ആളുകൾക്കും പരിക്കേൽക്കുകയുണ്ടായി. അതിന് തൊട്ടടുത്തുള്ള ഒരു കെട്ടിടം പൂർണ്ണമായി തകർന്നു പോവുകയും ചെയ്തു. 50 മീറ്റർ ചുറ്റളവിൽ അതിന്റെ ആഘാതമുണ്ടായി. പല വാഹനങ്ങളും കൂട്ടി ഇടിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആ പ്രദേശത്ത് അവിടെ ഭക്ഷണം കഴിക്കാൻ വരികയും ആ ചുറ്റുപാടിലൂടെ നടന്നു പോവുകയും ചെയ്തിരുന്ന ആളുകളാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഇവരുടെ പല
പലരുടെയും പരിക്കുകൾ വളരെ ഗുരുതരമാണ്. 80% മുതൽ 90% വരെ പൊള്ളലേറ്റവരാണ് ഈ ആശുപത്രിയിൽ ഇപ്പോൾ കഴിയുന്ന ആളുകളെന്നാണ് ആശുപത്രിയിൽ അവരെ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ അപകടം ഉണ്ടായിരിക്കുന്നതിന്റെ പ്രാഥമിക കാരണം മാത്രമാണ് ഈ ഒരു ഗ്യാസ് ടാങ്ക് പൊട്ടിത്തെറിച്ചതായുള്ള വിവരം ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വിശദമായ അന്വേഷണത്തിന് ഒരു പ്രത്യേക ടീമിനെ തന്നെ നിയോഗിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയുള്ള സുരക്ഷാ വിഭാഗം, ആഭ്യന്തര സുരക്ഷാ വിഭാഗവും സിവിൽ ഡിഫൻസ് വിഭാഗവും വളരെ പണിപ്പെട്ട് തന്നെ യത്നിക്കുകയുണ്ടായി. വളരെ 8 മിനിറ്റ് കൊണ്ട് അവർ അവിടെ ഓടിയെത്തിയിരുന്നു. അവരുടെ പ്രയത്ന ഫലമായിട്ട് പെട്ടെന്ന് തന്നെ തീ അണക്കാൻ സാധിച്ചു. എന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അപകടത്തെ ഖത്തർ ഏറ്റവും വലിയൊരു ദുരന്തമായാണ് കാണുന്നത്. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും ശക്തമായ പൊട്ടിത്തെറിയായിട്ടാണ് അതിന് ആഭ്യന്തര മന്ത്രാലയം തന്നെ വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി ഈ പ്രദേശം സന്ദർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും മറ്റും അദ്ദേഹം തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കുകയുണ്ടായി. ഇതിന്റെ നഷ്ടം എത്രയാണെന്ന് കണക്കാക്കിയിട്ടില്ല. അത് കണക്കാക്കാനും അത് പഠിക്കാനും വേണ്ടി പ്രത്യേകമായ ഒരു സമിതിയെ തന്നെ നിയോഗിച്ചതായും ഖത്തർ മുജീബ്, അപകടത്തിൽപ്പെട്ടവരുടെ വിവരങ്ങൾ അറിയാൻ ഇപ്പോൾ അധികൃതർ ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? സൈഫുദ്ദീൻ, ഇപ്പോൾ ഇന്ത്യക്കാരായ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഖത്തറിൽ തന്നെയുള്ള മലയാളി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ വളരെ സജീവമായി ആശുപത്രിയിലും മോർച്ചറിയിലുമൊക്കെ അവരെ നമുക്ക് കാണാനായി. മരണപ്പെട്ടവരുടെ രേഖകൾ എത്രയും പെട്ടെന്ന് ശരിയാക്കി അവരുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ സജീവമാണ്. അതോടൊപ്പം തന്നെ ബാക്കി ഇപ്പോൾ കാണാതായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ശേഖരിച്ചു വരികയാണ്. മലയാളി സന്നദ്ധ പ്രവർത്തകരാണ് ഈ രംഗത്ത് ഇപ്പോൾ ഏറെ സജീവമായി ഉള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാളെ ആഭ്യന്തര മന്ത്രാലയം ഇതു സംബന്ധമായ പുതിയ വിവരങ്ങൾ പുറത്തുവിടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഖത്തറിലുള്ള പ്രവാസി സമൂഹം. ഖത്തറിൽ നിന്നും മുജീബ് റഹ്മാനാണ് വിവരങ്ങൾ നൽകുന്നത്. ഖത്തറിലെ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മരിച്ചവരുടെ എണ്ണം 12ആയി. 31 പേർക്ക് ഗുരുതരമായ പരിക്കുള്ളതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മരിച്ചവരിൽ 2 പേർ മലയാളികളാണ്. മലപ്പുറം എടവണ്ണപ്പാറ പാലങ്ങാട് ചൂപ്ര സ്വദേശി അബ്ദുൽ സലീം, കോഴിക്കോട് മൂച്ചുകുന്ന് സ്വദേശി റിയാസ് എന്നിവരാണ് മരിച്ചത്. 4 മലയാളികളെ കാണാതായിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ പരസ്പര ബന്ധം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാൻ ആഹ്വാനം. സൗദി അറേബ്യൻ കിരീടാവകാശി സൽമാൻ ബിൻ അബ്ദുൽ അസീസിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് പുതിയ ധാരണ. ബുധനാഴ്ചയാണ് സൗദി കിരീടാവകാശി സൽമാൻ രാജകുമാരൻ ഡൽഹിയിലെത്തിയത്. ഒരാഴ്ച നീണ്ട ജപ്പാൻ സന്ദർശനത്തിന് ശേഷമായിരുന്നു ഇന്ത്യ സന്ദർശനം. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദ് എന്നിവർ സൽമാൻ രാജകുമാരനെ സ്വീകരിച്ചു. സൗദി സാമ്പത്തിക ആസൂത്രണകാര്യമന്ത്രി മുഹമ്മദ് സുലൈമാൻ അൽ ജാസിർ, വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി തൗഫീഖ് അൽ റബീഖ് എന്നിവരുൾപ്പെടെ ഉന്നതതല സംഘം സൽമാൻ രാജകുമാരനെ അനുഗമിക്കുന്നുണ്ട്. ഇരുവരും വ്യാഴാഴ്ച നടന്ന ഇന്ത്യ സൗദി സംയുക്ത വാണിജ്യ യോഗത്തിൽ പങ്കെടുത്തു. Trade is very important component of our relations. Saudi Arabia is the 4th largest trading partner for India. The value of the two-way trade between the two countries in 2012-13 exceeded $43,000 billion. The import of crude oil by India forms a major component of bilateral trade with Saudi Arabia, being India's largest supplier of crude oil, accounting for almost 1/5 of its needs. During the current year, Saudi Arabia is the 6th largest market in the world for Indian products and is a destination for almost 5% of India's global exports. രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി, പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ്, പ്രതിരോധ മന്ത്രി എ കെ ആന്റണി എന്നിവരുമായി സൽമാൻ രാജകുമാരൻ കൂടിക്കാഴ്ച നടത്തി. വെള്ളിയാഴ്ച അദ്ദേഹം മടങ്ങും. മീഡിയ 1 ഡൽഹി. സൗദി കിരീടാവകാശി സൽമാൻ രാജകുമാരന്റെ ഇന്ത്യ സന്ദർശനം പ്രവാസികളും പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ 4ാമത്തെ വാണിജ്യ പങ്കാളിയായ സൗദിയുമായുള്ള കരാറുകൾ പ്രവാസ ലോകത്തും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ. 28.8 ലക്ഷം ഇന്ത്യക്കാരാണ് സൗദി അറേബ്യയിലുള്ളത്. സൗദിയിലെ പ്രവാസികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലേക്കുള്ള എണ്ണദാതാക്കളിൽ 1ാം സ്ഥാനം സൗദിക്കും. ഇക്കാരണങ്ങളാൽ സൗദി കിരീടാവകാശിയുടെ ഇന്ത്യ സന്ദർശനം പ്രവാസ ലോകം പ്രതീക്ഷയോടെയാണ് കാണുന്നത്. പുതിയ കരാറുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കും. പ്രതിരോധ രംഗത്തെ സഹകരണത്തിനും പരിശീലനത്തിനുമുള്ള ധാരണാപത്രം ഇന്ത്യയുമായി ഒപ്പുവെച്ചു. ഭീകരത, മനുഷ്യക്കടത്ത്, കള്ളപ്പണം എന്നീ കാര്യങ്ങളിൽ സഹകരണം ഊർജിതമാക്കാനും ധാരണയായിട്ടുണ്ട്. ഇന്ത്യയിൽ മൂലധന ആർജിത നികുതിയിലുള്ള ഇളവുകൾ സംബന്ധിച്ചും ചർച്ച നടന്നു. ഇക്കാര്യത്തിൽ ഭാവിയിൽ ഇളവുണ്ടാകുമെന്നാണ് സൗദി അറേബ്യയുടെ പ്രതീക്ഷ. ഇളവുണ്ടായാൽ ഇന്ത്യയിലേക്കുള്ള സൗദി നിക്ഷേപത്തിലും വർധനയുണ്ടാകും. The issue of taxation of capital gains continues to be a major impediment in promoting Saudi investments in India,
and I call on the Indian authorities to explore the relaxation of this issue. ഇന്ത്യ സൗദി ഗാർഹിക തൊഴിൽ കരാറിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ രൂപം കൊള്ളുന്ന സുപ്രധാന ധാരണകളാണ് ഇക്കുറി സൗദി കിരീടാവകാശിയുടെ സന്ദർശനത്തിലൂടെ രൂപപ്പെട്ടിരിക്കുന്നത്. നിതാഖാത്തിനു ശേഷം സൗദിയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ രൂപം കൊണ്ട കരാറുകൾ കാരണമാകുമെന്നാണ് പ്രവാസ ലോകത്തെ പ്രതീക്ഷ. മീഡിയ 1 ഡൽഹി. കുവൈറ്റിൽ ജഹറ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറ്റ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ നിയമലംഘകരായ 97 വിദേശികൾ പിടിയിലായി. തൊഴിലിടങ്ങളും കച്ചവട കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലിലാണ് ഇക്കാമ കാലാവധി കഴിഞ്ഞവരും ഖാദിം വിസക്കാരുമായി നിയമലംഘകരെ കണ്ടെത്തിയത്. പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നതിനാൽ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ യഥാർത്ഥ രേഖകൾ കൈവശം വയ്ക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ തൊഴിൽ വിസ പുതുക്കുന്നതിനായുള്ള ഓൺലൈൻ സേവനം വിജയം കണ്ടതായി തൊഴിൽ മന്ത്രാലയം. ഓൺലൈൻ സേവനം ചെറുകിട കമ്പനികൾക്കും ലഭ്യമാക്കും. നിലവിൽ 50 ജീവനക്കാരിൽ കൂടുതലുള്ള കമ്പനികൾക്ക് മാത്രമാണ് ഓൺലൈൻ സംവിധാനത്തിലൂടെ തൊഴിൽ പെർമിറ്റ് പുതുക്കൽ അനുവദിച്ചിരുന്നുള്ളൂ. പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ പദ്ധതി വിജയകരമായതിനാലാണ് 25 ജീവനക്കാർ വരെയുള്ള കമ്പനികൾക്കും ഓൺലൈൻ സംവിധാനം ലഭ്യമാക്കാൻ തൊഴിൽ മന്ത്രാലയം ഒരുങ്ങുന്നത്. ഓൺലൈൻ സംവിധാനം വഴി ഷൂൺ ഓഫീസുകളിലെ തിരക്ക് കുറക്കാൻ സാധിച്ചതാണ് ഇത് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ അധികൃതരെ പ്രേരിപ്പിക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ 10 ജീവനക്കാരിലധികമുള്ള സ്ഥാപനങ്ങളെയും ഓൺലൈൻ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാനും തൊഴിൽ വകുപ്പിന് പദ്ധതിയുണ്ട്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം അടുത്ത മാസം ഉണ്ടാകുമെന്ന് തൊഴിൽ വകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ജനസംഖ്യാ സന്തുലനം നിലനിർത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ കുവൈത്തിൽ പ്രത്യേക സമിതി. തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി ഹിന്ദ് അൽ സബീഹിന്റെ നിർദ്ദേശപ്രകാരമാണ് പഠന സമിതി രൂപീകരണം. വിദേശികളും സ്വദേശികളും തമ്മിൽ ജനസംഖ്യാപരമായി നിലനിൽക്കുന്ന അസന്തുലിതത്വം പാർലമെന്റ് അംഗങ്ങൾ വരെ ചോദ്യം ചെയ്തു തുടങ്ങിയ സാഹചര്യത്തിലാണ് പ്രശ്നത്തെക്കുറിച്ച് വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുന്നത്. രാജ്യത്ത് താമസിക്കുന്ന വിദേശികളുടെ എണ്ണം തിട്ടപ്പെടുത്തുക, രാജ്യങ്ങൾക്ക് പ്രത്യേക ക്വാട്ടകൾ നിശ്ചയിക്കുക, കുവൈത്തിലെ അവിദഗ്ധരായ വിദേശികളെ തിരിച്ചയക്കുക, വിദേശികൾക്ക് കാലപരിധി വെക്കുക തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ടുയർന്നുവന്ന നിർദ്ദേശങ്ങളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും സമിതി പ്രായോഗിക നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിദേശ റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനം. പ്ലാനിംഗ് കമ്മീഷൻ, സെൻസസ് കമ്മിറ്റി, കുടിയേറ്റ വകുപ്പ്, തൊഴിൽ വകുപ്പ് എന്നിവയുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്നതാകും പഠന സമിതി. നിലവിൽ സ്വദേശി ജനസംഖ്യയുടെ 2 ഇരട്ടിയിലധികമാണ് കുവൈത്തിൽ വിദേശികളുടെ സാന്നിധ്യം. ഔദ്യോഗികമായ കണക്കുകൾക്കപ്പുറം നിയമവിരുദ്ധരായി രാജ്യത്ത് തങ്ങുന്നവരും നിരവധിയാണ്. സ്വദേശി യുവാക്കളുടെ തൊഴിലില്ലായ്മ, രാജ്യത്തെ സബ്സിഡി ഇനത്തിലും മറ്റുമുണ്ടാകുന്ന അധിക ചെലവ് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിദേശികൾക്കെതിരെ ശബ്ദമുയർത്തുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി. സ്വന്തം രക്തത്തിലെ പ്ലാസ്മ മുഖത്ത് കുത്തിവെച്ച് നടത്തുന്ന ഫേഷ്യൽ ചികിത്സയ്ക്ക് ദുബൈയിൽ നിരോധനം. മുഖകാന്തി വർദ്ധിപ്പിക്കാനും പ്രായം കുറയ്ക്കാനും നടത്തുന്ന ചികിത്സ വാമ്പയർ ഫേഷ്യൽ എന്നാണ് അറിയപ്പെടുന്നത്. ദുബൈയിൽ ക്ലിനിക്കുകളിലും ബ്യൂട്ടി പാർലറുകളിലും ഇത് വ്യാപകമാണ്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് നിരോധനമെന്ന് ദുബൈ ഹെൽത്ത് അതോറിറ്റി വ്യക്തമാക്കി. 5000 ദിർഹം വരെ ഈടാക്കുന്ന ഈ രക്തരക്ഷ ചികിത്സയുടെ ഗുണഫലം ഇനിയും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. UAEയിലെ റാസൽ ഖൈമയിൽ 20 മലയാളികളടക്കം 30 ഇന്ത്യക്കാർ 5 മാസമായി ശമ്പളമില്ലാതെ വലയുന്നു. ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ ദുരിതക്കയത്തിൽ കഴിയുന്ന ഇവർക്ക് സഹായമെത്തിക്കാൻ കോൺസുലേറ്റിനോ എംബസിക്കോ ആയിട്ടില്ല. റാക്ക് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് കീഴിലെ ഒരു കാർപ്പൻട്രി സ്ഥാപനത്തിലെ ജീവനക്കാരാണിവർ. വിവിധ രാജ്യക്കാരായ 47 തൊഴിലാളികൾക്ക് 5 മാസമായി ശമ്പളമില്ല. മുമ്പും പലതവണ വേതനം നിഷേധിക്കപ്പെട്ടതിനാൽ 20 മലയാളികളടക്കമുള്ള ജീവനക്കാർ ഈ മാസം 1 മുതൽ പണിമുടക്കിലാണ്. ഭക്ഷണത്തിന് പോലും വലയുന്ന ഇവരിൽ പലരും രോഗികളാണ്. ഞങ്ങൾ അൽജൂസ പിറ്റാൽ കൺസെപ്റ്റ് പണിയുന്ന ആൾക്കാരാണ്. പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് തന്നെ കമ്പനി തന്നെ പറയുകയാണ് നിങ്ങൾ പോയിട്ട് കോർട്ടിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ കോർട്ടിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് ഫുഡിന് പൈസ ആയിരുന്നില്ല. പലരുടെയും വിസ കാലാവധി പിന്നിട്ടു. പുതുക്കാൻ കമ്പനി തയ്യാറായിട്ടില്ല. നിരവധി പേർ വർഷങ്ങളായി ലേബർ കാർഡ് പോലുമില്ലാതെയാണ് പണിയെടുക്കുന്നത്. ഞങ്ങൾ 4 വർഷം ജനുവരി 4 കഴിഞ്ഞാണ്. ഞങ്ങളെ ഫെബ്രുവരി 4 വിടാന്ന് പറഞ്ഞാണ്. പാസ്പോർട്ട് കമ്പനി പിടിച്ചു വച്ചിരിക്കുന്നതിനാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാനും ഇവർക്ക് കഴിയില്ല. എൻ്റെ ഉപ്പ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അപ്പോൾ മാസം 5000-ൽ പരം റുപ്യ ഉപ്പക്ക് ചിലവാകുന്നുണ്ട്. കമ്പനിയിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊന്നും അവർ ഇതുവരെയും പൈസ ഒന്നും തന്നിട്ടില്ല. ഇങ്ങനെ ശമ്പളത്തിൽ ബെൻഡിങ് ആയിട്ട് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കടം മേടിച്ചിട്ടൊക്കെയാണ് വീട്ടിൽ അയക്കുന്നതും എൻ്റെ ഉപ്പാൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ കൊടുക്കുന്നതും ഒക്കെ. റാസൽ ഹൈമയിലെ ഇന്ത്യൻ അസോസിയേഷൻ ഭക്ഷണത്തിന് പണം നൽകി സഹായിച്ചതല്ലാതെ ഇവർക്ക് നിയമസഹായം എത്തിക്കാനോ നീതി ലഭ്യമാക്കാനോ കോൺസുലേറ്റിനും എംബസിക്കും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ശമ്പളം ഗ്രാറ്റുവിറ്റി എല്ലാം തന്നെ ഞങ്ങളെ ക്യാൻസൽ എത്രയും പെട്ടെന്ന് നാട്ടിൽ കയറ്റിവിട്ടതാണ് ഞങ്ങളുടെ അപേക്ഷ. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകണമെന്നാണ് ഈ തൊഴിലാളികളുടെ ആവശ്യം. ക്യാമറമാൻ യൂസഫലിക്കൊപ്പം റാസൽ ഹൈമയിൽ നിന്നും ഷിനോ ഷംസുദ്ദീൻ,